Good morning, my dear students. Welcome back to our online class. In the last class, we have studied our second chapter in history. Today, we are going to study the second chapter in geography. The title of the chapter is In Search of the Source of Wind. This chapter begins with a description related to the voyage of Vasco da Gama. See the description. 8 July 1497. Vasco da Gama started his voyage with a crew of 170 in 4 ships from the port of Lisbon. It was the longest voyage ever attempted in search of a country. They reached the coast of Brazil and from there they sailed southeast. The winds identified by Bartholomew Dias aided Gama and took him to the southern coast of Africa. 1497 ജൂലൈ 8 ലിസ്ബൺ തുറമുഖത്ത് നിന്ന് 4 പായ്ക്കപ്പലുകളിലായി 170 പേരടങ്ങുന്ന സംഘത്തെ നയിച്ചുകൊണ്ട് വാസ്കോ ഡ ഗാമ യാത്ര തിരിച്ചു. ഒരു രാജ്യം തേടിയുള്ള എക്കാലത്തെയും വലിയ സമുദ്രയാത്രയായിരുന്നു അത്. ലിസ്ബണിൽ നിന്ന് പുറപ്പെട്ട് ബ്രസീലിൻ്റെ തീരത്തെത്തി, തുടർന്ന് തെക്കുകിഴക്കോട്ട്. പിന്നെ തുണയായത് തൻ്റെ മുൻഗാമിയായ ബർത്തലോമിയോ ഡയസ് കണ്ടെത്തിയ കാറ്റുകളായിരുന്നു. അവ അദ്ദേഹത്തെ ആഫ്രിക്കയുടെ തെക്കേ തീരത്തെത്തിച്ചു. However, Gama left the place due to disputes with the local government. He sailed past Mombasa and reached Malindi. On sighting Indian merchants there, he sought the help of a local navigator and set sail on 24th April 1498. With the help of the southwest monsoon winds, he reached Kapat near Kozhikode on 20th May after a voyage of 23 days. എന്നാൽ പ്രാദേശിക ഭരണകൂടവുമായുണ്ടായ എതിർപ്പിനെ തുടർന്ന് ഗാമ അവിടം വിട്ടു. തുടർന്ന് വടക്കോട്ട് മൊബാസയും കടന്ന് മലിന്ദിയിലെത്തി. മലിന്ദി തുറമുഖത്ത് ഇന്ത്യൻ കച്ചവടക്കാരുടെ സാന്നിധ്യം ശ്രദ്ധിച്ച അദ്ദേഹം ഒരു പ്രാദേശിക നാവികന്റെ സഹായം തേടി. അവിടെ നിന്ന് തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടെ 1498 ഏപ്രിൽ 24 പുറപ്പെട്ട വാസ്കോ ഡ ഗാമ 23 ദിവസം കൊണ്ട് മെയ് 20 കോഴിക്കോടിനടുത്ത് കാപ്പാട് തുറമുഖത്തെത്തിച്ചേർന്നു. But Gama struggled a lot when he tried to return during the southwest monsoon season, itself neglecting the advice of experts. It took him 132 days to reach Malindi. എന്നാൽ വിദഗ്ധരുടെ ഉപദേശം വകവയ്ക്കാതെ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് തന്നെ തിരിച്ചു പോകാൻ ശ്രമിച്ച ഗാമ ഏറെ പ്രയാസപ്പെട്ടു. തിരികെ മലിന്ദിയിലെത്താൻ വാസ്കോ ഡ ഗാമയ്ക്ക് 132 ദിവസങ്ങൾ വേണ്ടിവന്നു. വോയേജ് ഓഫ് വാസ്കോ ഡ ഗാമ. It was the winds and an unyielding will that mariner named Vasco da Gama to sail thousands of kilometers from Europe to find a sea route to India. The role of winds in that voyage which changed the course of our land's history worthy of mention. അപ്പോൾ നിങ്ങൾ ഈ ഒരു വാസ്കോ ഡ ഗാമയുടെ വോയേജ് അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മളിവിടെ വായിച്ചു അല്ലേ? അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, യൂറോപ്പിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ഇന്ത്യയിലേക്കുള്ള ഒരു റൂട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് വാസ്കോ ഡ ഗാമ എന്നുള്ള ആ ഒരു നാവികന് തുണയായത് കാറ്റുകളും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അടങ്ങാത്ത ആത്മവിശ്വാസവുമായിരുന്നു. അൺയീൽഡിങ് വിൽ മീൻസ് അടങ്ങാത്ത ആത്മവിശ്വാസം. അതായിരുന്നു അദ്ദേഹത്തിന് തുണയായത്. അതേപോലെ തന്നെ the role of winds in that voyage which changed the course of our land's history worthy of mention. നമ്മുടെ നാടിൻ്റെ തന്നെ ആ ഒരു ചരിത്രഗതിയെ മാറ്റിമറിച്ചിട്ടുള്ള സമുദ്രയാത്ര നമുക്കറിയാം. വാസ്കോ ഡ ഗാമ എത്തിച്ചേർന്നത് കോഴിക്കോട് കാപ്പാട്. അപ്പം അതാണ് പറയുന്നത്, നമ്മുടെ നാടിൻ്റെ തന്നെ ആ ഒരു ചരിത്രഗതിയെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു സമുദ്രയാത്രയാണ് അത് എന്നുള്ളത്. അതിൽ കാറ്റുകളുടെ പങ്ക് എന്ന് പറയുന്നത് എടുത്തു പറയത്തക്ക ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ വാസ്കോ ഡ ഗാമയുടെ യാത്രയിൽ കാറ്റുകൾ എത്രത്തോളം അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ വായിച്ചപ്പോൾ മനസ്സിലായി. ഇപ്പോൾ ഇൻ ദിസ് ചാപ്റ്റർ വി ആർ മെയിൻലി ഡിസ്കസ് ഹൗ ഡു വിൻഡ്സ് ഇൻഫ്ലുവൻസ് അസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിൻഡ് ആൻഡ് ദെയർ ആസ്പെക്ട്സ്, ഫോർമേഷൻ ഓഫ് വിൻഡ് ആൻഡ് എഫക്ട്സ് ഓഫ് വിൻഡ്സ്.
അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്തിനാണ് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ പറഞ്ഞത്, നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയൊക്കെയാണ് കാറ്റുകൾ നമ്മെ സ്വാധീനിക്കുന്നത്, ഹൗ ഡു വിൻസ് ഇൻഫ്ലുവൻസസ്, പിന്നെ അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിൻഡ് ആൻഡ് ദെയർ ആസ്പെക്ട്സ്, വിവിധ തരത്തിലുള്ള കാറ്റുകൾ, അതേപോലെ തന്നെ അവയ്ക്കുള്ള കാരണങ്ങൾ, ഫോർമേഷൻ ഓഫ് വിൻഡ് ആൻഡ് എഫക്ട്സ് ഓഫ് വിൻഡ്, വിവിധ തരത്തിലുള്ള കാറ്റുകളും അവയ്ക്കുള്ള കാരണങ്ങളും, അതുപോലെ തന്നെ അവ സൃഷ്ടിക്കുന്ന അവയുടെ എഫക്റ്റുകൾ എന്തൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. യു ഹാവ് ലേൺ ദാറ്റ് വാട്ട് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ അതെന്താണെന്ന് നിങ്ങൾ മുന്നേ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. വാട്ട് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? Atmospheric pressure is the weight of atmospheric air. അല്ലേ, അറിയാം നിങ്ങൾക്ക് എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ദി വെയിറ്റ് ഓഫ് അറ്റ്മോസ്ഫിയറിക് എയർ. നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് ഏതിൻ്റെ വെയിറ്റ് ആണ്? അറ്റ്മോസ്ഫിയറിക് എയർ അല്ലേ. അറ്റ്മോസ്ഫിയറിക് എയറിൻ്റെ വെയിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ദെൻ വേരിയേഷൻസ് ഇൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആർ ദി ബേസിക് കോസ് ഓഫ് വിൻഡ്. അപ്പോൾ നമ്മൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കാറ്റുകളെ കുറിച്ചിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ വേരിയേഷൻസ് ഇൻ ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആർ ദി ബേസിക് കോസ് ഓഫ് വിൻഡ് അല്ലേ. ഈ ഒരു വേരിയേഷൻസ് ഏതിലുണ്ടാകുന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് ആണ് എന്തിന് പ്രധാനമായിട്ടുള്ള കാരണം? കാറ്റുകൾക്ക്. അപ്പം കാറ്റുകൾ ഉണ്ടാവാനുള്ള ബേസിക് കോസ് ഓഫ് വിൻഡ് അതെന്താണ്? വേരിയേഷൻസ് ഇൻ ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലേ. ഇത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ മുന്നേയുള്ള ക്ലാസ്സുകളിൽ എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നും എങ്ങനെയാണ് അല്ലെങ്കിൽ കാറ്റുണ്ടാവാനുള്ള ബേസിക് കോസ് എന്നുള്ളത് ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് ആണെന്നുള്ളതും നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. ദെൻ let us look into the reasons behind this and the effects thereof. അപ്പോൾ ഇനി നമുക്ക് എന്താ നോക്കാം. ഈ ഒരു ഡിഫറൻസസ് ഉണ്ടാവാനുള്ള അല്ലെങ്കിൽ ഈ വേരിയേഷൻസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെ, അതിൻ്റെ എഫക്റ്റുകൾ എന്തൊക്കെ എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. വേരിയേഷൻസ് ഇൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ നോക്കാം. The average weight that air exerts on the earth's surface is 1034 mg per cm square. So, the average weight that air exerts on the earth's surface is 1034 mg per cm square അല്ലെ, സെൻറ്റിമീറ്റർ സ്ക്വയർ. എങ്ങനെയാണ്? നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ എയർ ഉണ്ടാക്കുന്ന ആ ഒരു ശരാശരി വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1034 mg ആണ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ. പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിന് 1034 mg മില്ലിഗ്രാം എന്നുള്ള ആ ഒരു അളവിലാണ് എന്തുള്ളത്? നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ എയർ ചെലുത്തുന്ന ഒരു ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത്. The atmospheric pressure is measured using an instrument called Mercury Barometer. അപ്പോൾ ഇതെങ്ങനെ, ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമുക്ക് എങ്ങനെ അറിയാം? അത് മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ആ ഇൻസ്ട്രുമെൻ്റ് ആണ് മെർക്കുറി ബാരോമീറ്റർ. ഇറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ യൂണിറ്റ്സ് ലൈക്ക് മില്ലി ബാർ ഓർ MB ആൻഡ് ഹെക്ടോ പാസ്കൽ. അതേപോലെ തന്നെ നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അത് റെക്കോർഡ് ചെയ്യുന്ന യൂണിറ്റുകളാണ് മില്ലി ബാർ. മില്ലി ബാറിന് നമ്മൾ MB എന്നുള്ളത് ഉള്ള രീതിയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഹെക്ടോ പാസ്കൽ HPA. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് റെക്കോർഡഡ് ഇൻ യൂണിറ്റ്സ് ലൈക്ക് മില്ലി ബാർ ആൻഡ് ഹെക്ടോ പാസ്കൽ. ദ ലെവൽ ഓഫ് മെർക്കുറി അറ്റ് നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വിൽ ബി 76 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു നോർമൽ എങ്ങനെയായിരിക്കും അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഏകദേശം ഒരു 76 സെൻറ്റിമീറ്റർ. അതായത് അതായത് ഈ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ അതിൻ്റെ അളവ് എന്ന് പറയുന്നത് എത്രയാണ്? 76 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഫസ്റ്റ് വൺ ആൾട്ടിറ്റ്യൂഡ്, സെക്കൻഡ് വൺ ടെമ്പറേച്ചർ, തേർഡ് വൺ ഹ്യൂമിഡിറ്റി. Altitude, temperature, humidity. These factors influencing the atmospheric pressure.
അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇത്രയാണ്. Then variations in atmospheric pressure occur in accordance with the variations in the above factors. അപ്പോൾ ഇതിൽ വരുന്ന ഈ ഒരു വേരിയേഷൻസ് ഇൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ occur in accordance with the variations in the above factors. അപ്പോൾ ഇതിൽ വരുന്ന ആ ഒരു വേരിയേഷൻസ് ആണ് ഏതിലും എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിലും വേരിയേഷൻസ് വരുത്തുന്നത്. അപ്പോൾ നെക്സ്റ്റ് വൺ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് ആൾട്ടിറ്റ്യൂഡ്. ഇനി നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷറും ആൾട്ടിറ്റ്യൂഡും എങ്ങനെയാണ് റിലേറ്റഡ് ആയിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു 3 ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, ആൾട്ടിറ്റ്യൂഡും ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും. അപ്പോൾ അതിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറും ആൾട്ടിറ്റ്യൂഡും എങ്ങനെയാണ് റിലേറ്റഡ് ആയിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസസ് വിത്ത് ആൾട്ടിറ്റ്യൂഡ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസസ് വിത്ത് ആൾട്ടിറ്റ്യൂഡ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താ ചെയ്യുന്നത്? ഡിക്രീസസ് വിത്ത് ആൾട്ടിറ്റ്യൂഡ്. ആൾട്ടിറ്റ്യൂഡിനനുസരിച്ച്, അതായത് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഉയരം അല്ലെ. ആ ഉയരം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസസ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറഞ്ഞു വരുന്നുണ്ട്. ആ കുറയുന്നത് എങ്ങനെയാണ്? ദ പ്രഷർ ഡിക്രീസ്ഡ് അറ്റ് ദ റേറ്റ് ഓഫ് 1 millibar MB പെർ ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് 10 meters. അപ്പോൾ ഈ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നത് ഏത് റേറ്റിലാണ്? ഏകദേശം ഒരു 10 മീറ്റർ ഉയരം, അത് ഉയരത്തിന് 1 millibar എന്നുള്ള ആ ഒരു റേറ്റിലാണ് എന്ത് ചെയ്യുന്നത്? പ്രഷർ ഡിക്രീസ് ചെയ്യുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസസ് വിത്ത് ആൾട്ടിറ്റ്യൂഡ്. ഇത് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയാണ് ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്. ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുന്നുണ്ട്. ആ കുറയുന്നതിൻ്റെ ഒരു റേറ്റ് എങ്ങനെയാണ്? 1 millibar പെർ ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് 10 meters. ഏകദേശം 10 മീറ്റർ ഉയരത്തിന് 1 millibar എന്നുള്ള ആ ഒരു റേറ്റിലാണ് പ്രഷർ ഡിക്രീസ് ചെയ്യുന്നത്. The rarefication of air with altitude is the reason for this decrease in atmospheric pressure. അപ്പോൾ എന്താണ് ഇങ്ങനെ കുറയുന്നതിനുള്ള ഒരു കാരണം? The rarefication of air with altitude is the reason for this decrease in atmospheric pressure. മുകളിലേക്ക് പോകും തോറും എയറിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്? ആ എയർ കുറഞ്ഞു വരുന്നുണ്ട്. എയറിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ്? ഉയരം കൂടുന്നതിനനുസരിച്ചിട്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുന്നതിൻ്റെ കാരണം ദ റാരിഫിക്കേഷൻ ഓഫ് എയർ വിത്ത് ആൾട്ടിറ്റ്യൂഡ് ഈസ് ദി റീസൺ ഫോർ ദിസ് ഡിക്രീസ് ഇൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. നമ്മൾ ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് മുകളിലേക്ക് പോകുന്തോറും എന്താണ്? എയർ കുറവാണ് അല്ലെ, എയർ കുറയും. അപ്പോൾ എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസ് ചെയ്യും. The atmospheric pressure and the altitude are inversely proportional. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറും അതുപോലെ തന്നെ ആൾട്ടിറ്റ്യൂഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? അറ്റ്മോസ്ഫിയറിക് പ്രഷറും അതുപോലെ തന്നെ ആൾട്ടിറ്റ്യൂഡും തമ്മിൽ വിപരീത അനുപാതത്തിൽ, ഒന്ന് കൂടുമ്പോൾ എന്താണ്? മറ്റത് കുറയും. അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? പ്രഷർ ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് കുറയുന്നുണ്ട്? ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസ് ചെയ്യും. നിങ്ങൾക്കൊരു പിക്ചർ കാണാം അല്ലേ? ഈ പിക്ചറിൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് ആ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദീസ് പ്ലേസസ് വിൽ ഹാവ് എ ഹയർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ? ഇതിൽ ഏത് പ്ലേസിലാണ് ഹയർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉള്ളത്? ആ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് എ എന്ന് മാർക്ക് ചെയ്ത പ്ലേസും ഉണ്ട്, ബി എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള പ്ലേസും ഉണ്ട്. 2 പ്ലേസ് കാണാം, എ ബി എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദീസ് പ്ലേസസ് വിൽ ഹാവ് എ ഹയർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ? വൈ അല്ലേ? ഇതിൽ ഏതിലാണ് ഏത് പ്ലേസിലാണ് കൂടുതൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉള്ളത്? എന്തുകൊണ്ട്? അപ്പം ഏതായിരിക്കും? ഇപ്പം നമ്മൾ പഠിച്ചത് വെച്ചിട്ട് എവിടെയായിരിക്കും? ദ പ്ലേസ് ബി വിൽ ഹാവ് എ ഹയർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഏതിലായിരിക്കും ഹയർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉള്ളത്? ബി എന്ന് മാർക്ക് ചെയ്ത പ്ലേസിലായിരിക്കും. കാരണം എന്താണ്? ബിക്കോസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസസ് വിത്ത് ആൾട്ടിറ്റ്യൂഡ് അല്ലേ? എന്താ കാരണം? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസസ് വിത്ത് ആൾട്ടിറ്റ്യൂഡ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പൊ ഇവിടെ എ എന്നുള്ളത് ആൾട്ടിറ്റ്യൂഡ് കൂടിയ സ്ഥലമാണ്, ഉയരം കൂടിയ സ്ഥലം ഏതാണ്? എ എന്ന് മാർക്ക് ചെയ്തതാണ് അല്ലേ? അപ്പൊ അവിടെ ഉയരം കൂടുമ്പോൾ എന്താ സംഭവിക്കുക? ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ
അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ബി എന്നുള്ളത് ഉയരം കുറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ അവിടെ ഉയരം കുറയുന്നതിനനുസരിച്ച് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദ പ്ലേസ് ബി വിൽ ഹാവ് എ ഹയർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ബിക്കോസ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസസ് വിത്ത് ആൾട്ടിറ്റ്യൂഡ്. മനസ്സിലായല്ലോ എവിടെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുതലുള്ളത്, അതുപോലെ തന്നെ എന്താണ് അതിനുള്ള കാരണം എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ലെയേഴ്സ് ആയിട്ടാണ് അല്ലേ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വിവിധ ലെയേഴ്സ്, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അറ്റ്മോസ്ഫിയറിൻ്റെ ലെയേഴ്സ്, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുള്ള ലെയേഴ്സ്. അപ്പം നമ്മുടെ അറ്റ്മോസ്ഫിയർ ഇങ്ങനെ ലെയേഴ്സ് ആയിട്ടാണ്. അപ്പം അങ്ങനെ ലെയേഴ്സ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും താഴത്തെ ലെയേഴ്സിൽ മുകളിലത്തെ ലെയേഴ്സ് അല്ലേ, ഇപ്പോൾ ഇങ്ങനെ ലെയേഴ്സ് ആകുമ്പോൾ എന്താണ്, ഒന്നിന് മീതെ അല്ലേ ട്രോപ്പോസ്ഫിയർ, അതിന് മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ, അങ്ങനെ മുകളിലായിട്ടാണ്. അപ്പം ഇങ്ങനെ ലെയേഴ്സ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും താഴത്തെ ലെയറിൽ മുകളിലത്തെ ലെയേഴ്സിൻ്റെ ഒക്കെ തന്നെ ആ ഒരു വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റ് വരുന്നത് മൂലം പ്രഷർ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അങ്ങനെ പ്രഷർ ഇൻക്രീസ് ചെയ്യുകയും അതുകൊണ്ടാണ് നമ്മൾ എന്താണ് പ്രഷർ ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ മുകളിലേക്ക് പോകുന്തോറും ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പ്രഷർ ആ വെയിറ്റ് കുറയുകയും പ്രഷർ എന്താ ചെയ്യുന്നത്, കുറയുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഇത് സംഭവിക്കണം. എങ്ങനെയാണ്, നമ്മുടെ അറ്റ്മോസ്ഫിയർ ലെയേഴ്സ് ആയിട്ടാണ്. അപ്പോൾ താഴത്തെ ലെയേഴ്സിൽ മുകളിലത്തെ ലെയേഴ്സിൻ്റെ ആ ലെയേഴ്സ് ചെലുത്തുന്ന ആ ഒരു വെയിറ്റ് മൂലം പ്രഷർ കൂടുന്നുണ്ട്. എന്നാൽ മുകളിലേക്ക് പോകുന്തോറും വെയിറ്റ് കുറയുകയും പ്രഷർ പിന്നെ അതുപോലെ തന്നെ കുറയുകയും ചെയ്യുന്നു. അപ്പം നിങ്ങൾക്ക് ഈ പ്ലേസസിൻ്റെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, ഇനി നിങ്ങൾക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കാണാം. വൈ ഡു മൗണ്ടൈനേഴ്സ് ക്യാരി ഓക്സിജൻ സിലിണ്ടേഴ്സ്? ഇപ്പം നമുക്കറിയാം മൗണ്ടൈനേഴ്സ് ഒക്കെ അവരെന്തുമായിട്ടാണ് പോവുക, ഓക്സിജൻ സിലിണ്ടേഴ്സുമായിട്ടാണ് പോവുക അല്ലേ. അപ്പോൾ അതിനുള്ള കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. എന്താണ് കാരണം? രാരിഫിക്കേഷൻ ഓഫ് എയർ വിത്ത് ആൾട്ടിറ്റ്യൂഡ് അല്ലേ. മൗണ്ടൈനേഴ്സ് അവർ ഓക്സിജൻ സിലിണ്ടേഴ്സുമായിട്ട് പോകാനുള്ള കാരണം എന്താ, ഉയരം കൂടുന്നതിനനുസരിച്ചിട്ട് എന്തുണ്ട്, ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവിടെ എയർ കുറയുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് അവരെന്ത് ഈ ഒരു ഓക്സിജൻ സിലിണ്ടേഴ്സ് ആയിട്ട് പോകുന്നത്. വൈ ഡു മൗണ്ടൈനേഴ്സ് ക്യാരി ഓക്സിജൻ സിലിണ്ടേഴ്സ്? എന്താണ് ആൻസർ? റാരിഫിക്കേഷൻ ഓഫ് എയർ വിത്ത് ആൾട്ടിറ്റ്യൂഡ്. റാരിഫിക്കേഷൻ ഓഫ് എയർ എന്ന് പറഞ്ഞാൽ എന്താ, എയറിൻ്റെ അളവ് കുറയുക. ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എയറിൻ്റെ അളവ് കുറയുന്നു. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഈ ഒരു ഓക്സിജൻ സിലിണ്ടേഴ്സ് ആയിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കാണാം. ഇപ്പോൾ പൊന്മുടി, അതേപോലെ തന്നെ ഊട്ടി, ബ്രഹ്മഗിരി തുടങ്ങിയിട്ടുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് ഉള്ള പ്ലേസസ് ആണ് ഇത് അല്ലേ. നിങ്ങൾക്കറിയാം ഊട്ടി, ബ്രഹ്മഗിരി, പൊന്മുടി ആ ഭാഗങ്ങളൊക്കെ എങ്ങനെയാണ്, ഹൈ ആൾട്ടിറ്റ്യൂഡ് ഉള്ള പ്ലേസസ് ആണ്. അപ്പോൾ അവിടെ പിന്നെ അങ്ങനെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഉള്ള അവിടേക്ക് പോകുമ്പോൾ നമ്മുടെ ചെവിയൊക്കെ ഇങ്ങനെ അടയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പം എങ്ങനെയാണ്, ഇപ്പോൾ നമ്മളൊരു ടൂറൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ചുരമൊക്കെ ഇറങ്ങുമ്പോൾ നമ്മുടെ ചെവി അടഞ്ഞ പോലെ തോന്നും. പിന്നീട് അത് കഴിയുമ്പോൾ താഴെയുള്ള ആ ചുരം ഇറങ്ങി നമ്മൾ ആൾട്ടിറ്റ്യൂഡ് കുറഞ്ഞ സ്ഥലത്ത് എത്തുമ്പോഴാണ് നമ്മുടെ ആ ഒരു ചെവിയൊക്കെ ഓപ്പൺ ആയിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫീല്? യു മൈറ്റ് ഹാവ് ഫെൽറ്റ് യുവർ ഇയേഴ്സ് ക്ലോഗ് ആസ് യു ഗോ ടു ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്ലേസസ് ലൈക്ക് പൊന്മുടി, ഊട്ടി ആൻഡ് ബ്രഹ്മഗിരി അല്ലേ. അവിടെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കാണാം, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് നമുക്ക് തോന്നുന്നത്. ഇതും എന്തിൻ്റെ കാരണമാണ്? ദിസ് ഈസ് ഡ്യൂ ടു ദ ലോ പ്രഷർ ഇൻ ദീസ് പ്ലേസസ്. ഈ പ്ലേസസിൽ ലോ പ്രഷറാണ്. കാരണം എന്താ, ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻസ് ആണ് അല്ലേ. പൊന്മുടി, ഊട്ടി, അതുപോലെ തന്നെ ബ്രഹ്മഗിരി ഇതൊക്കെ എങ്ങനെയാണ്, ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻസ് ആണ്. അപ്പോൾ അവിടെ എന്തായിരിക്കും, ലോ പ്രഷർ ആയിരിക്കും അല്ലേ. അപ്പോൾ ആസ് വൺ ഗോസ് അപ്പ് ദർ ഈസ് എ ഡിക്രീസ് ഇൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡ്യൂ ടു ദ റാരിഫിക്കേഷൻ ഓഫ് എയർ വിത്ത് ആൾട്ടിറ്റ്യൂഡ്. അപ്പോൾ നമുക്ക് എന്താണ്, ഈ പ്ലേസസിൽ ലോ പ്രഷർ ആയിരിക്കും. അപ്പോൾ ലോ പ്രഷർ ആയിരിക്കും ആസ് ദർ ഇസ് എ ഡിക്രീസ് ഇൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡ്യൂ ടു ദി റാരിഫിക്കേഷൻ ഓഫ് എയർ വിത്ത് ആൾട്ടിറ്റ്യൂഡ്. അപ്പോൾ അവിടെ എന്തായിരിക്കും, എയറിൻ്റെ അളവ് കുറവായിരിക്കും. അതാണ് റീസൺ. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറും ആൾട്ടിറ്റ്യൂഡും തമ്മിലുള്ള റിലേഷൻ എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾസിലൂടെ ഒക്കെ തന്നെ ക്ലിയർ ആയിട്ടുണ്ടാവും. നെക്സ്റ്റ് വൺ, ടെമ്പറേച്ചർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇനി നമുക്ക് അടുത്തത് രണ്ടാമത്തെ ഫാക്ടർ ആയിട്ടുള്ള ടെമ്പറേച്ചർ അല്ലേ. ഫസ്റ്റ് ഫാക്ടർ ആൾട്ടിറ്റ്യൂഡ് ആണെന്ന് പറഞ്ഞു.
അതിൽ ഇനി രണ്ടാമത്തെ ഫാക്ടറായിട്ടുള്ള ടെമ്പറേച്ചറും അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലേ, അത് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. ടെമ്പറേച്ചർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. എയർ എക്സ്പാൻസ് വെൻ ഇറ്റ് ഗെറ്റ്സ് ഹീറ്റഡ്. The expanded air is less dense and hence it ascends. ഇപ്പോൾ നമുക്കറിയാം, like any other matter, air also expands when it gets heated അല്ലേ. ഇപ്പോൾ മറ്റ് എല്ലാ വസ്തുക്കളെയും പോലെ തന്നെ എയറും എന്ത് ചെയ്യുന്നുണ്ട്, അത് ഹീറ്റ് ആവുമ്പോൾ, എയർ ഹീറ്റ് ആവുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റി അല്ലേ, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റി കുറയും. അങ്ങനെ ഡെൻസിറ്റി കുറയുമ്പോൾ എന്താ സംഭവിക്കുക, ഹെൻസ് ഇറ്റ് അസെൻസ്, അത് അസെൻഡ് ചെയ്യുന്നുണ്ട്, ഉയരുന്നുണ്ട് അല്ലേ. അപ്പോൾ എയർ expands when it gets heated. The expanded air is less dense and hence it ascends. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അത് ചൂടാവുമ്പോൾ എന്ത് സംഭവിക്കും, മുകളിലേക്ക് പോകുന്നുണ്ട് അല്ലേ, മുകളിലേക്ക് അതിൻ്റെ വാട്ടർ വേപ്പർ മുകളിലേക്ക് പോകുന്നുണ്ട്. ഇതെന്ത് സംഭവിക്കും, ദിസ് ലീഡ്സ് ടു ദ ലോവറിങ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ദിസ് ലീഡ് ടു ദ ലോവറിങ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയാൻ കാരണമാവുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, എയറിന് എങ്ങനെ കുറയുക, അറ്റ്മോസ്ഫിയറിക് പ്രഷർ, എയർ ഹീറ്റ് ആവുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റി കുറയും. ഡെൻസിറ്റി കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് എയർ അസെൻഡ് ചെയ്യുക, എയർ ഉയരുന്നുണ്ട്. അങ്ങനെ എയർ ഉയരുമ്പോൾ അതെന്തായിരിക്കും, ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഇത് കാരണമാണ് എന്ത് സംഭവിക്കുന്നത്, ദിസ് ലീഡ്സ് ടു ദ ലോവറിങ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയാൻ വേണ്ടിയിട്ട് ഇതാണ് കാരണമാവുന്നത്. ദ അസെൻഡിങ് എയർ സ്പ്രെഡ്സ് ടു ദി സൈഡ്സ് ആൻഡ് കൂൾസ്. On cooling, it becomes dense and descends. As a result, the atmospheric pressure increases. ഇനി എന്ത് സംഭവിക്കും, അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയാന്ന് പറഞ്ഞു. പിന്നെ ദ അസെൻഡിങ് എയർ സ്പ്രെഡ്സ് ടു ദി സൈഡ്സ് ആൻഡ് കൂൾസ്. അപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് പോയിട്ടുള്ള ആ എയർ അല്ലേ, മുകളിലേക്ക് പോയിട്ടുള്ള എയർ എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അല്ലേ, സൈഡുകളിലൊക്കെ സ്പ്രെഡ് ചെയ്ത് പിന്നീട് അത് എന്തായി മാറുന്നുണ്ട്, കൂളാവുന്നുണ്ട് അല്ലേ, തണുക്കുന്നുണ്ട്. ഓൺ കൂളിംഗ് ഇറ്റ് ബിക്കംസ് ഡെൻസ്. അപ്പോൾ കൂളാവുമ്പോൾ എന്ത് സംഭവിക്കും, ഇറ്റ് ബിക്കം ഡെൻസ് ആൻഡ് ഡിസെൻസ്. അങ്ങനെ ഇത് വശങ്ങളിലേക്ക് സൈഡ്സിലേക്ക് നീങ്ങിയിട്ട് കൂളാവുന്നു. കൂളാവുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ഒരു എയറിന് ഡെൻസിറ്റി കൂടും അല്ലേ. ഓൺ കൂളിംഗ് ഇറ്റ് ബിക്കം ഡെൻസ് ആൻഡ് ഡിസെൻസ്. ഡെൻസിറ്റി കൂടുമ്പോൾ അത് എന്ത് സംഭവിക്കും, ഡെൻസിറ്റി കൂടുമ്പോൾ ഇത് താഴും അല്ലേ, താന്നു വരും, ഡിസെൻഡ്. ഇറ്റ് ബിക്കംസ് ഡെൻസ് ആൻഡ് ഡിസെൻസ്. ആസ് എ റിസൾട്ട് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇൻക്രീസസ്. ഇതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഈ ഒരു എയർ താഴ്ന്നിറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും, അതിൻ്റെ ഡെൻസിറ്റി കൂടി എയർ താഴ്ന്നിറങ്ങുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ടെമ്പറേച്ചറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും തമ്മിലുള്ള റിലേഷൻ. ഒന്നുകൂടി പറയാം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. എന്താണ്, ലൈക്ക് എനി അതർ മാറ്റർ എയർ ആൾസോ എക്സ്പാൻസ് വെൻ ഇറ്റ് ഗെറ്റ്സ് ഹീറ്റഡ് അല്ലേ. നിങ്ങൾക്കറിയാം, എല്ലാ വസ്തുക്കളെയും പോലെ തന്നെ എയറും എന്ത് സംഭവിക്കുന്നുണ്ട്, ഹീറ്റ് ആവുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്ന എയറിന് ഡെൻസിറ്റി കുറവായിരിക്കും. ഡെൻസിറ്റി കുറവായിരുന്നത് കൊണ്ട് തന്നെ ആ എയർ മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എയർ മുകളിലേക്ക് പോകുന്നത് എന്തിന് കാരണമാവും, ദിസ് ലീഡ്സ് ടു ദി ലോവറിങ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുന്നതിന് ഇത് കാരണമാവും. പിന്നെ എങ്ങനെയാണ് ഇത് കൂടുക, അറ്റ്മോസ്ഫിയറിക് പ്രഷർ പിന്നെ എങ്ങനെ കൂടും, ദ അസെൻഡിങ് എയർ സ്പ്രെഡ്സ് ടു ദ സൈഡ്സ് ആൻഡ് കൂൾ. അസെൻഡ് ചെയ്യുന്ന ഈ എയർ പിന്നീട് ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന എയർ പിന്നീട് വശങ്ങളിലേക്കൊക്കെ പോയിട്ട് പിന്നീട് അത് കൂളായിട്ട് മാറുന്നുണ്ട്. ഇത് തണുക്കുന്നതോടുകൂടി ഓൺ കൂളിംഗ് ഇറ്റ് ബിക്കംസ് ഡെൻസ് ആൻഡ് ഡിസെൻസ്. അപ്പോൾ തണുത്തതോട് കൂടിയിട്ട് ഡെൻസിറ്റി പിന്നെ കൂടും. ഡെൻസിറ്റി കൂടുമ്പോൾ അത് പിന്നെ എന്താണ്, താഴേക്ക് തന്നെ വരും. ആസ് എ റിസൾട്ട് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇൻക്രീസ്. അപ്പോൾ എന്തായിരിക്കും, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇൻക്രീസ് ആയിരിക്കും. ഓക്കെ, ദെൻ the atmospheric pressure decreases as the temperature increases and vice versa. അപ്പോൾ എങ്ങനെയാണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസസ് ആൻഡ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് വൈസ് വേഴ്സ. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസ് ചെയ്യുന്നത് എപ്പോഴാണ്,
ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അല്ലെ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താ ചെയ്യുന്നത്, കുറയുന്നുണ്ട്. അതുപോലെ തന്നെ നേരെ തിരിച്ചും അല്ലെ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസസ് ആൻഡ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് ആൻഡ് വൈസ് വേഴ്സ. അപ്പൊ ഒന്ന് കൂടുകയാണെങ്കിൽ മറ്റൊന്ന് കുറയും. ടെമ്പറേച്ചർ കൂടുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും, ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടും അല്ലെ. അപ്പൊ ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. നമ്മൾ നേരത്തെ ആൾട്ടിറ്റ്യൂഡും അറ്റ്മോസ്ഫിയറിക് പ്രഷറും പറഞ്ഞ പോലെ തന്നെ രണ്ടും എങ്ങനെയാണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷറും ടെമ്പറേച്ചറും ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ആണ്. ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു പിക്ചർ കാണാം. ആ പിക്ചറും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലെ അവിടെ. ആ പിക്ചറിൽ നമുക്ക് എന്താണ്, ദ ടെമ്പറേച്ചർ ആൻഡ് ദ അറ്റ്മോസ്ഫിയറിക് ആർ ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ ഇതില് രണ്ട് പിക്ചറിൽ ഒന്ന് ഡേ ആണ്, ഒന്ന് നൈറ്റ് ആണ് അല്ലെ. അങ്ങനെ രണ്ട് പിക്ചർ ഉണ്ട്. അപ്പൊ ഒരേ റീജിയൺ തന്നെയാണ്, ഒരേ റീജിയണിന്റെ തന്നെ ഒന്ന് ഡേയിലുള്ള പിക്ചറും ഒന്ന് നൈറ്റിലുള്ള പിക്ചറും ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് ഈ രണ്ട് പിക്ചറും കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ഐഡന്റിഫൈ ദ സിറ്റുവേഷൻ ഓഫ് ലോ ആൻഡ് ഹൈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് സ്യൂട്ടബിളി മാർക്ക് എച്ച് ആൻഡ് എൽ ഇൻ ദ പിക്ചേഴ്സ് അല്ലെ. ഈ രണ്ട് പിക്ചറും കമ്പയർ ചെയ്തിട്ട് എവിടെയാണ് ലോ പ്രഷർ ഉള്ളത്, അതുപോലെ തന്നെ എവിടെയാണ് ഹൈ പ്രഷർ ഉള്ളത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ എവിടെയൊക്കെ ആയിരിക്കും, ഇപ്പൊ നിങ്ങൾ ഡേ എന്നുള്ള അല്ലെ, ഡേയുടെ ഒരു പിക്ചർ കാണാം നിങ്ങൾക്ക് അതിൽ. അപ്പോൾ അവിടെയാണോ അല്ലെങ്കിൽ നൈറ്റിലാണോ നമുക്ക് കൂടുതലായിട്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കിട്ടുന്നത്? ഇപ്പൊ നമുക്ക് ഇതില് ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉള്ളത് ഏതിലായിരിക്കും? നമുക്ക് ഡേ ടൈമിലായിരിക്കും അല്ലെ. അപ്പൊ എന്തുകൊണ്ടാ ഡേയിലാണ് ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്? ഡേ ടൈമില് ടെമ്പറേച്ചർ എന്താണ്, കൂടുതലാണ് അല്ലെ. ഡേ ടൈമിലായിരിക്കും ടെമ്പറേച്ചർ കൂടുതൽ. അപ്പോ എയർ എന്തായിരിക്കും, ടെമ്പറേച്ചർ കൂടുതലായാല് നമുക്കറിയാം അറ്റ്മോസ്ഫിയറിക് പ്രഷർ എങ്ങനെയാണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവാണെന്നുള്ളത് അല്ലെ. അപ്പൊ ഡേ ടൈമില് എയർ നല്ല ചൂടായിരിക്കും. അപ്പൊ അത് എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്തിട്ട് എന്താ ചെയ്യാ, ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിന്റെ ഡെൻസിറ്റി കുറവായിരിക്കും. അങ്ങനെ ഇത് അസെൻഡ് ചെയ്യും. അപ്പൊ അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവായിരിക്കും അല്ലെ. അപ്പൊ അതില് ഡേ ടൈമിലാണ് ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉള്ളത്. അപ്പൊ നേരെ അപ്പുറത്തെ പിക്ചറിൽ നൈറ്റ് ഉള്ള പിക്ചറിലായിരിക്കും എന്തുള്ളത്, ഹൈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെ. എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. നൈറ്റില് നമുക്ക് ടെമ്പറേച്ചർ കുറവാണ്. ടെമ്പറേച്ചർ കുറവാകുമ്പോൾ എന്ത് സംഭവിക്കും, ആ എയർ കൂളായിട്ട് ഡിസെൻഡ് ചെയ്യും. ഡിസെൻഡ് ചെയ്യുമ്പോൾ അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്തായിരിക്കും, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവായിരിക്കും അല്ലെ, കൂടുതലായിരിക്കും. അപ്പോൾ ഏറ്റവും ഹയർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉള്ളത് എവിടെയായിരിക്കും, നൈറ്റ് ടൈമിൽ. അപ്പോൾ ക്ലിയർ ആയല്ലോ. ഈ രണ്ട് പിക്ചറിൽ എവിടെയാണ് ഹൈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, എവിടെയാണ് ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഡേ ടൈമിലുള്ള പിക്ചറിൽ ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷറും അതുപോലെ തന്നെ നൈറ്റ് ടൈമിലുള്ള പിക്ചറിൽ ഹൈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇനി നിങ്ങൾക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കാണാം അല്ലെ. ഒരു ക്വസ്റ്റ്യൻ അവിടെ എന്താണ്, കമ്പയർഡ് ടു ദി കോൾഡർ റീജിയൻസ് ദ ട്രോപ്പിക്കൽ റീജിയൻസ് എക്സ്പീരിയൻസ് ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. വൈ? കമ്പയർഡ് ടു ദ കോൾഡർ റീജിയൻസ്, കോൾഡർ റീജിയനെ കമ്പയർ ചെയ്യുമ്പോൾ ദ ട്രോപ്പിക്കൽ റീജിയൻസ് എന്ന് പറഞ്ഞാൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളാണ്. അവിടെ ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. വൈ? കാരണം എന്താ, ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും കാരണം എന്താ അല്ലെ. ഇപ്പൊ നമ്മൾ രണ്ടും ടെമ്പറേച്ചറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും തമ്മിലുള്ള റിലേഷൻ എന്താന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പൊ എന്തായിരിക്കും, ഇവിടെ ട്രോപ്പിക്കൽ റീജിയൻസിൽ ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആവാനുള്ള കാരണം എന്താണ്, ട്രോപ്പിക്കൽ റീജിയൻസ് ഗെറ്റ് മോർ സൺലൈറ്റ്, സോ ദി അറ്റ്മോസ്ഫിയർ ഗെറ്റ് ഹീറ്റഡ് ആൻഡ് എക്സ്പാൻഡഡ് അല്ലെ. ട്രോപ്പിക്കൽ റീജിയൻസിലാണ് കൂടുതൽ സൺലൈറ്റ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയർ ഗെറ്റ് ഹീറ്റഡ് ആൻഡ് എക്സ്പാൻഡഡ്, അറ്റ്മോസ്ഫിയർ ഹീറ്റ് ആവുന്നുണ്ട്, എക്സ്പാൻഡ് ആവുന്നുണ്ട്. പിന്നെന്താണ്, ദ എക്സ്പാൻഡഡ് എയർ ഈസ് ലെസ് ഡെൻസ് ആൻഡ് ഹിയർ ഇറ്റ് അസെൻസ്, ദാറ്റ്സ് വൈ ദ ട്രോപ്പിക്കൽ റീജിയൻ എക്സ്പീരിയൻസ് ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പൊ എന്ത് ചെയ്യും, ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്ന എയർ ലെസ് ഡെൻസ് ആവും, അങ്ങനെ ഇത് അസെൻഡ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ട്രോപ്പിക്കൽ റീജിയൻ എക്സ്പീരിയൻസ് ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെ. ട്രോപ്പിക്കൽ റീജിയൻസിൽ ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത്.
നെക്സ്റ്റ് ടോപ്പിക് ഹ്യൂമിഡിറ്റി ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇനി അടുത്തത് ഹ്യൂമിഡിറ്റിയും അറ്റ്മോസ്ഫിയറിക് പ്രഷറും തമ്മിലുള്ള റിലേഷൻ. നമ്മൾ പറഞ്ഞു മൂന്നാമത്തെ ഫാക്ടർ ഏതാണ്, ഹ്യൂമിഡിറ്റി ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഹ്യൂമിഡിറ്റി ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് റിലേറ്റഡ് ആയിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഹ്യൂമിഡിറ്റി, വാട്ട് ഈസ് ഹ്യൂമിഡിറ്റി? ഹ്യൂമിഡിറ്റി റെഫേഴ്സ് ടു ദി ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ പ്രസൻറ്റ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. എന്താണ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ? ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ പ്രസൻറ്റ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടറിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടറിൻ്റെ ക്വാണ്ടിറ്റിയെ നമ്മൾ എന്ത് പറയാം, ഹ്യൂമിഡിറ്റി. വാട്ടർ വേപ്പർ ഈസ് ലൈറ്റർ ദാൻ എയർ ആൻഡ് ഹെൻസ് ഇറ്റ് അസെൻസ്. വാട്ടർ വേപ്പർ എങ്ങനെയാണ്? വാട്ടർ വേപ്പർ ഈസ് ലൈറ്റർ ദാൻ എയർ. എയറിനേക്കാളും വളരെ ലൈറ്ററാണ് ഏത്, വാട്ടർ വേപ്പർ അല്ലേ. വാട്ടർ വേപ്പർ നമുക്കറിയാം വെയിറ്റ് വളരെ കുറവാണ്. നമ്മുടെ എയറിനേക്കാളും വെയിറ്റ് വളരെ കുറവാണ് ഇതിന്, വാട്ടർ വേപ്പറിന്. അതുകൊണ്ട് തന്നെ ഇതെന്ത് സംഭവിക്കും, പിന്നെ ലൈറ്റർ ദാൻ എയർ ആൻഡ് ഹെൻസ് ഇൻ അസെൻസ്. അപ്പോൾ അതാണ് നമ്മൾ ഈ വളരെ അതിന് എയറിനേക്കാളും വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെയാണ് ഇത് പിന്നെ അറ്റ്മോസ്ഫിയറിലേക്ക് ഉയരുന്നത് അല്ലേ, അറ്റ്മോസ്ഫിയറിലേക്ക് അസെൻഡ് ചെയ്യുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. ഇഫ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വേപ്പർ ഈസ് മോർ ഇൻ എ യൂണിറ്റ് വോളിയം ഓഫ് എയർ ദെൻ നാച്ചുറലി ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വിൽ ബി ലെസ്. അപ്പോൾ എങ്ങനെയാണ്? ഇഫ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വേപ്പർ ഈസ് മോർ ഇൻ എ യൂണിറ്റ് വോളിയം ഓഫ് എയർ. ഇപ്പോൾ നമ്മുടെ എയറിലുള്ള ഒരു യൂണിറ്റ് വോള്യം, അതിൽ ഈ പിന്നെ വാട്ടർ വേപ്പറിൻ്റെ ക്വാണ്ടിറ്റി അത് കൂടുതലാണെങ്കിൽ എങ്ങനെയായിരിക്കും? നാച്ചുറലി ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വിൽ ബി ലെസ്. അങ്ങനെ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, അവിടെയുള്ള എയറിൻ്റെ പ്രഷർ, അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നുള്ളത് കുറവായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് അവിടെ വരുന്നത്? ഇഫ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വേപ്പർ ഈസ് മോർ ഇൻ എ യൂണിറ്റ് വോളിയം ഓഫ് എയർ. ആ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ എയറിൽ ആ ഒരു വാട്ടർ വേപ്പറിൻ്റെ ഒരു ക്വാണ്ടിറ്റി എന്നുള്ളത് ആ ഒരു എന്താണ്, ഒരു യൂണിറ്റ് വോളിയം ഉണ്ട്, അത് കൂടുതലാണെങ്കിൽ അവിടെ എന്തായിരിക്കും, അറ്റ്മോസ്ഫിയറിക് പ്രഷർ വിൽ ബി ലെസ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവായിരിക്കും. അപ്പോൾ ഹ്യൂമിഡിറ്റി ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഹ്യൂമിഡിറ്റിയും അറ്റ്മോസ്ഫിയറിക് പ്രഷറും എന്ത് തന്നെയാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. കാരണം ഹ്യൂമിഡിറ്റി കൂടുതലാണെങ്കിൽ അല്ലേ, ഹ്യൂമിഡിറ്റി കൂടുതലാണെങ്കിൽ അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവായിരിക്കും. ഹ്യൂമിഡിറ്റി കുറവാണെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു പിക്ചർ കാണാം അല്ലേ. 2 places at the same elevation are marked as A and B in the figure. അപ്പോൾ നിങ്ങൾക്ക് ആ പിക്ചറിൽ എന്താണ്, 2 പ്ലേസസുകൾ കാണുന്നുണ്ട്. 2 പ്ലേസസിൽ മാർക്ക് ചെയ്യുന്നുണ്ട്, സെയിം എലവേഷനിലുള്ളതാണ് കേട്ടോ. 2 places അറ്റ് ദി സെയിം എലവേഷൻ, ഒരേ എലവേഷനിലുള്ള 2 places A B എന്നുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വിച്ച് ഓഫ് ദീസ് പ്ലേസസ് ഹാസ് എ ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ ഇതിൽ എവിടെയായിരിക്കും ഒരു ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉള്ളത്? ഏത് സ്ഥലത്തായിരിക്കും ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉള്ളത്? നിങ്ങൾക്ക് നോക്കി ഇപ്പോൾ നമ്മൾ പറഞ്ഞൊരിതനുസരിച്ചിട്ട് എവിടെയായിരിക്കും ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉള്ളത് നിങ്ങൾക്ക് അറിയാം. എവിടെയായിരിക്കും? അതിൽ പ്ലേസ് എ അല്ലേ, എ എന്നുള്ള പ്ലേസിലായിരിക്കും ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉള്ളത്. കാരണം എന്താ? എ ഈസ് ലൊക്കേറ്റഡ് ഇൻ ദി കോസ്റ്റൽ ഏരിയ. എവിടെയാ എ ലൊക്കേറ്റ് ചെയ്യുന്നത്? എ എന്നുള്ള പ്ലേസ് ലൊക്കേറ്റ് ചെയ്യുന്നത് കോസ്റ്റൽ ഏരിയയിലാണ് അല്ലേ, അതായത് നിയർ ദി അറേബ്യൻ സീ. അറേബ്യൻ സീയുടെ അടുത്താണ് എ എന്നുള്ള പ്ലേസ്. സോ ഹ്യൂമിഡിറ്റി ഇൻ ദി അറ്റ്മോസ്ഫിയർ ഈസ് ഹൈ ദർ. അപ്പോൾ അവിടെ എന്തായിരിക്കും? ഇവിടെ കോസ്റ്റൽ ഏരിയയുടെ അടുത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഹ്യൂമിഡിറ്റി എങ്ങനെയായിരിക്കും? ഹൈ ആയിരിക്കും. ഹ്യൂമിഡിറ്റി ഹൈ ആയിരിക്കും. ഹ്യൂമിഡിറ്റി ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് ഹൈ. അതുകൊണ്ട് തന്നെ ഹ്യൂമിഡിറ്റി ഹൈ ആയിട്ടുണ്ടെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എങ്ങനെയായിരിക്കും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവായിരിക്കും അല്ലേ. അപ്പോൾ അവിടെ ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉള്ളത് എവിടെയാണ്? എ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലത്ത്. നെക്സ്റ്റ് നമുക്ക് ഹൈ പ്രഷർ ആൻഡ് ലോ പ്രഷർ. വാട്ട് ഈസ് ഹൈ പ്രഷർ ആൻഡ് ലോ പ്രഷർ? അപ്പോൾ എന്താണ് ഹൈ പ്രഷർ? If the atmospheric pressure of an area is higher than that of the surroundings region,
ഇറ്റ് ക്യാൻ ബി ഡെസിഗ്നേറ്റഡ് ആസ് ഹൈ പ്രഷർ, എച്ച്, ഹൈ എന്നുള്ളത്. അപ്പോൾ എന്താ ഹൈ പ്രഷർ എന്ന് പറഞ്ഞാൽ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നുള്ളത് ആ ചുറ്റുപാടുകളെ അപേക്ഷിച്ച്, സറൗണ്ടിങ്സിനെ അപേക്ഷിച്ച് ഒരു റീജിയണിലെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുതലാണെങ്കിൽ അവിടെ എന്ത് പറയും? ഹൈ പ്രഷർ. ഇഫ് ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഓഫ് ആൻ ഏരിയ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ദി സറൗണ്ടിങ് റീജിയൻസ്. എങ്ങനെയായിരിക്കണം? ഹയർ ദാൻ ദാറ്റ് ഓഫ് ദി സറൗണ്ടിങ് റീജിയൻസ്. ആ സറൗണ്ടിങ് റീജിയൻസിനെ അപേക്ഷിച്ച് അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുതലാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഹൈ പ്രഷർ, എച്ച് എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പം അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ലോ പ്രഷർ? അപ്പം അങ്ങനെയാണെങ്കിൽ ലോ പ്രഷർ എന്തായിരിക്കും? ഇഫ് ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഓഫ് ആൻ ഏരിയ ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് ദി സറൗണ്ടിങ് റീജിയൻസ് ഇറ്റ് ക്യാൻ ബി ഡെസിഗ്നേറ്റഡ് ആസ് ലോ പ്രഷർ, അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ലോ പ്രഷർ എന്തായിരിക്കും? സറൗണ്ടിങ്സ് റീജിയൻസിനെ അപേക്ഷിച്ചിട്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്തായിരിക്കും? കുറവാണെങ്കിൽ അത് എങ്ങനെയുള്ള സ്ഥലങ്ങളായിരിക്കും? ലോ പ്രഷറുള്ള സ്ഥലങ്ങളായിരിക്കും, അല്ലേ? അപ്പം ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, ഹൈ പ്രഷർ ആൻഡ് ലോ പ്രഷർ. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് ഐസോബാർസ്? അടുത്തത് നമുക്ക് ഐസോബാർസ് എന്താണെന്നുള്ളത്. എന്താണ് വാട്ട് ഈസ് ഐസോബാർസ്? ഐസോബാർസ് മീൻസ് ഇമാജിനറി ലൈൻസ് ജോയിനിങ് പ്ലേസസ് ഹാവിങ് ദി സെയിം അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഐസോബാർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമാജിനറി ലൈൻസ്, അല്ലെ? ഇമാജിനറി ലൈൻസ് ആണ്. ജോയിനിങ് പ്ലേസസ് ഹാവിങ് ദി സെയിം അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സെയിം അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉള്ള സ്ഥലങ്ങളെ ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ഇമാജിനറി ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? ഐസോബാർസ്. അപ്പം എന്തിനു വേണ്ടിയിട്ടാ? ഇപ്പം നമുക്ക് എന്ത് മനസ്സിലാവും? വി ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഓഫ് എനി റീജിയൻ ബൈ ഒബ്സർവിങ് ദി ഐസോബാർസ്. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് we can easily understand the distribution of the atmospheric pressure. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്ത്? ഈ ഐസോബാർസുകൾ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു റീജിയണിൻ്റെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അല്ലേ? ഓരോ സ്ഥലത്തും എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നുള്ളത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഐസോബാർസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് ഐസോബാർസ്? Isobars are imaginary lines joining places having the same atmospheric pressure. We can easily understand the distribution of the atmospheric pressure of any region by observing the isobars. Then, next picture നോക്കൂ. It shows the distribution of atmospheric pressure of a region in 2 different seasons. ഇപ്പോൾ നിങ്ങൾക്കൊരു പിക്ചർ കാണാം. അതിലെന്താണ്? 2 ഡിഫറെൻറ്റ് സീസണിലെ ഒരു റീജിയണിലെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അല്ലേ? അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ പിക്ചറിൽ പിന്നെ എങ്ങനെയാണ് അതിൻ്റെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എങ്ങനെയാണ് പിന്നെ ഇപ്പോൾ രണ്ടും തമ്മിൽ isobars in the given figure mark H and L at the places experiencing high pressure and low pressure. അപ്പോൾ ആ പിക്ചറിൽ നമുക്ക് മാർക്ക് ചെയ്യണം ഏതിലാണ്. ഇപ്പോൾ 2 പിക്ചറിൽ എവിടെയാണ് ഹൈ പ്രഷർ ഉള്ളത്, എവിടെയാണ് ലോ പ്രഷർ ഉള്ളത്, അല്ലേ? അപ്പോൾ ഐസോബാർസുകളും ഉണ്ട് അതിൽ. പിക്ചറിൽ നിങ്ങൾക്ക് കാണാം ഐസോബാർസ്. അപ്പോൾ ഐസോബാർസ് പിന്നെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണാം? അത് ഓരോ സ്ഥലത്തും എങ്ങനെയാണ് ഹൈ പ്രഷർ ഉള്ളത് എവിടെയാണ്, അതുപോലെ തന്നെ ലോ പ്രഷർ എങ്ങനെയുള്ളതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ ഫസ്റ്റ് പിക്ചർ എ എന്നുള്ള പിക്ചറിൽ എങ്ങനെയാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇൻക്രീസസ് ഫ്രം സൗത്ത് ടു നോർത്ത്, അല്ലേ? അപ്പോൾ അവിടെ ഫസ്റ്റ് നിങ്ങൾക്ക് കാണാം പിന്നെ 720, 730, 740, 750 എന്നുള്ളത് മുകളിലേക്ക് പോകുന്തോറും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇൻക്രീസസ് ഫ്രം സൗത്ത് ടു നോർത്ത്. അവിടെ എങ്ങനെയാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സൗത്ത് ടു നോർത്ത് പോകുന്തോറും അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എന്നാൽ മറ്റ് ബി എന്നുള്ള പിക്ചറിൽ എങ്ങനെയാണ്? അത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസസ് ഫ്രം സൗത്ത് ടു നോർത്ത്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസ് ചെയ്യാണ്. എവിടുന്ന്? സൗത്ത് ടു നോർത്തിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസ് ചെയ്യാണ്, അല്ലേ? നിങ്ങൾ കാണാനില്ലേ? താഴെ നിന്ന് ഇങ്ങോട്ടാണ്, അല്ലേ? അപ്പോൾ അവിടെ മുകളിൽ സൗത്ത് ടു നോർത്ത് പോകുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ബി എന്നുള്ള പിക്ചറിൽ സൗത്ത് ടു നോർത്ത് പോകുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താ ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യാണ്
അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇന്ന് പറയുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെ ടോപ്പിക്സാണ് കവർ ചെയ്തത് ഒന്നുകൂടെ ഒന്ന് പറയാം. ഫസ്റ്റ് വി ഹാവ് ഡിസ്കസ്ഡ് വിത്ത് ദി വോയേജ് ഓഫ് വാസ്കോ ഡ ഗാമ. ദെൻ വാട്ട് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലേ, അത് കഴിഞ്ഞിട്ട് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്ന് പറഞ്ഞു. Then after that we have discussed the variations in atmospheric pressure. Then next we have discussed the factors influencing atmospheric pressure, altitude, temperature and humidity. After that we have discussed with the relation between atmospheric pressure and altitude. Atmospheric pressure ഉം altitude ഉം തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളത് പറഞ്ഞു. Then after that we have discussed with the relation between atmospheric pressure and temperature. At last we have discussed with the relation between humidity and atmospheric pressure. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തെന്താണ് വാട്ട് ഈസ് ഹൈ പ്രഷർ ആൻഡ് ലോ പ്രഷർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എന്നത്തെയും പോലെയുള്ള ക്വസ്റ്റ്യൻ, നിങ്ങൾ എഴുതേണ്ട ക്വസ്റ്റ്യൻ, write the factors influencing atmospheric pressure. Write the factors influencing atmospheric pressure. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെ എന്നുള്ളതാണ് എഴുതേണ്ടത്. അത് എക്സ്പ്ലെയിൻ ചെയ്യും വേണം കേട്ടോ. ഫാക്ടേഴ്സ്, റൈറ്റ് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് എക്സ്പ്ലെയിൻ. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യും വേണം, ഏതൊക്കെ ഫാക്ടേഴ്സാണ് എഴുതിയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് സെക്ഷനിൽ കാണാം. താങ്ക് യു.